سيدنا محمد صلى الله عليه وسلم. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أيها الناس اتقوا الله عباد الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا يعزب عنه مثقال ذرة في السماوات ولا في الأرض ولا أصغر من ذلك ولا أكبر إلا في كتاب مبين. നണ്ടോ പരിശുദ്ധ സഹോദരങ്ങളെ സഹോദരിമാരെ, ജീവിതത്തിലുടനീളം അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി മുത്തഖീങ്ങളായി ജീവിക്കണുണ്ടും അതേ അവസ്ഥയിലായി ലോകത്തോട് യാത്ര ചൊല്ലണകും. ഓരോരുത്തരും അതിനായി പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണുണ്ട്. എല്ലാവരുടെയും ആദ്യമായി ഞാൻ ഉത്ബോധിപ്പിക്കരെ റബ്ബ് സുബ്ഹാനഹു വ തആല അവസാന ശ്വാസം വരെ നമ്മുടെ ഈമാനും തഖ്വായും നിലനിർത്തണകൂ. അള്ളാഹു നമുക്കെല്ലാം തൗഫീക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ സഹോദരിമാരെ, ഉണ്ട് എന്നൊക്കെ നിങ്ങളെ മുമ്പിൽ സംസാരിക്കണുള്ളത് അള്ളാഹുവിൻ്റെ ഖദറിലുള്ള വിശ്വാസമായിട്ടിക്കറ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അള്ളാഹുവിൻ്റെ ഖദർ, ഖളായിലുള്ള വിശ്വാസം, അള്ളാഹുവിൻ്റെ തീരുമാനത്തിലുള്ള വിശ്വാസം. അതുകായിട്ടിക്കറ് വിധി വിശ്വാസം, ഖദർ ഖളായിലുള്ള വിശ്വാസം കൊണ്ട് ചൊല്ലുന്നത്. എന്തായിട്ടിക്കറ് ഈ ഖദർ ഖളായിലുള്ള വിശ്വാസം? പ്രധാനമായിട്ടും 4 സംഗതികൾ ഉൾക്കൊള്ളുന്നതായിട്ടിക്കറ് ഖദറിലുള്ള വിശ്വാസം കൊണ്ട് ചൊല്ലുന്നത്. ഖദറാണ്ട് ചൊന്നെങ്കിൽ കണക്കാക്കിയിട്ട് അർത്ഥം. ഖദറ യഖ്ദിറു ഖദറ,
കണക്കാക്കി നിശ്ചയിച്ചു. ആരാണ് കണക്കാക്കരുത്, ആരാണ് നിശ്ചയിക്കരുത്? അല്ലാഹു ജല്ല ജലാലുവായ തമ്പുരാനായിട്ടിക്കറ്. വകുല്ലു ഷൈഇൻ ഇൻദഹു ബിമിഖ്ദാർ. അല്ലാഹു തആല ചൊല്ലു, ഓരോ വസ്തുവും അത് അല്ലാഹുവിൻ്റെ അടുക്കൽ ഒരു നിശ്ചയപ്രകാരമായിട്ടിക്കറ്, ഒരു തോതനുസരിച്ചായിട്ടിക്കറ് അല്ലാഹു തആല അതിനെയെല്ലാം സൃഷ്ടിച്ചത്. ഇതായിട്ടിക്കറ് ഖദർ ഖലായിലുള്ള വിശ്വാസം കൊണ്ട് ചൊന്നെങ്കിൽ 4 വിഷയമാണ് ഇതിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. ഒന്നാമത്തേതായിട്ട് ഖദറിലുള്ള വിശ്വാസം കൊണ്ട് ചൊന്നെങ്കിൽ അത് അള്ളാഹുവിൻ്റെ ഇൽമിനെ സംബന്ധിച്ചുള്ള വിശ്വാസമായിട്ടിക്കറ്. അൽ ഇൽമു ബി ഇൽമില്ലാഹ്, അള്ളാഹുവിൻ്റെ ഇൽമിലുള്ള വിശ്വാസം എന്ന് ചൊന്നെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നവനാണ്. അല്ലാഹു തആല എല്ലാം പിടിയുള്ളവൻ അല്ലാഹു മാത്രമായിട്ടിക്കറ്. അല്ലാഹുക്ക് പിടിയില്ലാത്തതായിട്ട് ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെയില്ല. കഴിഞ്ഞു പോയത്, അതേപോലെ ഇപ്പം നടന്നുകൊണ്ടിരിക്കരുത്, ഇനി വരാനിരിക്കുന്നത്, ഇങ്ങനെയുള്ള ഒരു വ്യത്യാസവുമില്ലാതെ, പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ എന്ന ഒരു വ്യത്യാസമില്ലാതെ എല്ലാം പിടിയുള്ളവനായിട്ടിക്കറ ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇത് ഖദറിലെ വിശ്വാസത്തിലെ വളരെ പ്രധാനപ്പെട്ടതായിട്ടിക്കറ ഒരു സംഗതിയായിട്ടിക്കറ്. ഒരു കാര്യം നാളെ ഞാൻ എന്ത് ചെയ്യരേ, അല്ലെങ്കിൽ ഒരു കുറച്ച് കളഞ്ഞ് ഒരു മണിക്കൂർ കളഞ്ഞിട്ട് നക്ക് എന്ത് ചെയ്യണക്കാകും, നാ എന്തെല്ലാം ചെയ്യണക്ക് പോവരെ, എന്തെല്ലാം സംഭവിക്കും, ഇത് നമുക്കാർക്കും പിടിയില്ല. വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ. നാളെ എന്തിന് സംഭവിക്കൊണ്ടു ഒരാൾക്കും ഒരു മനുഷ്യനുക്കും പിടിയില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അങ്ങനെയല്ല. നാളെ എന്തിന് സംഭവിക്കും, ഈ പ്രപഞ്ചത്തിൻ്റെ ഏതെങ്കിലും ഒരു മുക്കുമൂലയിൽ, ഏതെങ്കിലും ഒരു കോണിൽ എന്തെല്ലാം സംഭവിക്കറ്. ഇനി ഈ പ്രപഞ്ചം എത്രയോ നൂറ്റാണ്ടുകൾ നിലനിൽക്കുന്നുണ്ടായിരിക്കൂ. ആ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം നടക്കും, ഇതെല്ലാം അല്ലാഹു തആലാക്ക് വളരെ വ്യക്തമായതായിട്ടിക്കരെ, വളരെ കൃത്യമായതായിട്ടിക്കരെ അറിവുണ്ടതെല്ലാം അല്ലാഹുക്കറിയാം. ഇന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം പിടിയുള്ളവനായിട്ടിക്കറാം. അവൻ്റെ അറിവിൽ നിന്ന് തെല്ല് പോലും, ഒരു ചെറിയ കടുകുമണി പോലോത്തതും അള്ളാഹുവിനെ അറിവിൽ നിന്നിട്ട് വിട്ടുപോകുന്നില്ല. അല്ലാഹു തആലാക്ക് അറിയാത്ത, പിടിയില്ലാത്ത ഒന്നും തന്നെ ഈ പ്രപഞ്ചത്തിലില്ല എന്ന ഈ വിശ്വാസമായിട്ടിക്കറ്, ഈ അറിവായിട്ടിക്കറ് ഖദർ ഖലായിലുള്ള വിശ്വാസത്തിലെ പ്രധാനമായും ഒന്നാമതായിട്ടും നാം മനസ്സിലാക്കേണ്ടത്. ആരൊക്കെ സ്വർഗത്തിലേക്ക് പോകും അത് അല്ലാഹു തആലാക്ക് പിടിയുണ്ട്. ആരൊക്കെ നരകത്തിലേക്ക് പോകും അത് വളരെ കൃത്യമായ നിലക്ക്, വളരെ വ്യക്തമായ നിലക്ക് അല്ലാഹു തആലാക്ക് പിടിയുണ്ടോ. ഒരാൾ മുസ്ലിം ആയിട്ടിക്കറ്, നാളെ അയാൾ മുസ്ലിം ആയിരിക്കുമോ അല്ല അമുസ്ലിം ആയിട്ടിരിക്കുമോ, അല്ലെങ്കിൽ ഒരാൾ കാഫിറായിട്ടിക്കറ്, ഒരാൾ അവിശ്വാസിയായിട്ടിക്കറ്, നാളെ അയാൾ വിശ്വാസിയാകുമോ അല്ല അവിശ്വാസിയാകുമോ, ഇതെല്ലാം അല്ലാഹു തആലാക്ക് പിടിയുള്ള കാര്യമായിട്ടിക്കറ്. ഇത് ഖദർ ഖലായിലെ ഏറ്റവും പ്രധാനമായതായിരിക്കുന്ന ഒരു വിശ്വാസം. രണ്ടാമത്തേതായിട്ട് ഖദർ ഖലായിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിശ്വാസം ഉണ്ട് ചൊന്നെങ്കിൽ, രണ്ടാമത്തെ വിശ്വാസം ഉണ്ട് ചൊന്നെങ്കിൽ അള്ളാഹുവിൻ്റെ കിതാബത്തിനെ സംബന്ധിച്ചുള്ള വിശ്വാസമായിട്ടിക്കറ്. സഹോദരർ നല്ല പോലെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അള്ളാഹുവിൻ്റെ കിതാബത്ത് സംബന്ധിച്ച കാര്യമാണ്. കിതാബത്തുണ്ട് ചൊന്നെങ്കിൽ എന്തിന് എഴുതരുത്, കതബ എഴുതി, കതബ യക്തുബു എഴുതിയിട്ടാണ് ഇതിനർത്ഥം. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം നടക്കാൻ പോകും അത് മുഴുവനും, എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല ഓൾറെഡി എല്ലാം എഴുതി വച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പിടിയുണ്ടോ? അല്ലാഹു തആല സൃഷ്ടിച്ച, അല്ലാഹു തആല പടച്ച ആദ്യത്തെ സൃഷ്ടിയതായിട്ടിക്കറ് അത് പെന്നായിട്ടിക്കറ്.
കലം പേനയായിട്ടിക്കറ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായിട്ട് പഠിച്ചത്. എന്നിട്ട് അല്ലാഹു തആല ആ പേനരട്ട് അല്ലാഹു തആല ചൊന്തു ഉക്തുബ്, നീ എഴുതാറുണ്ട് അല്ലാഹു തആല ചൊന്തു. അപ്പോൾ ആ പേന കേക്കറ് അല്ലാഹുരട്ട മാദാ അക്തുബു, ഞാൻ എന്തിന റബ്ബ് എഴുതേണ്ടത്, ഞാൻ എന്ത് എഴുതേണ്ടത്? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്തു, ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകണു പോകരെ എല്ലാ കാര്യങ്ങളും ഒന്നും വിടാണ്ട് നീ എഴുതി വെക്കറോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്തു. അങ്ങനെ അതെല്ലാം ആ പേന എഴുതി വെച്ചിട്ട് ആ എഴുതി വെച്ചതായിട്ടിക്കര ഒരു ഗ്രന്ഥം, ഒരു പുസ്തകം. ആ പുസ്തകത്തിൻ്റെ പേരായിട്ടിക്കറ് ലൗഹുൽ മഹ്ഫൂദ്. പരിശുദ്ധ ഖുർആനിൽ ആ വാക്ക് കാണാം, ലൗഹുൽ മഹ്ഫൂദ്. ഉമ്മുൽ കിതാബ് ഉണ്ട് കാണാം. ഉമ്മുൽ കിതാബ് ഉണ്ട് ചെന്നെങ്കിൽ മൂലമായ ഗ്രന്ഥം, ഭദ്രമാക്കപ്പെട്ട വളരെ ഭദ്രമായ നിലക്കുള്ള ഗ്രന്ഥമാണ്. അത് ആർക്കും പിടിയില്ല. ഒരു മുഖറബായ മലക്കുകോ അല്ലെങ്കിൽ ഒരു മുഖറബായ ഒരു റസൂലുകോ എന്തിരെയാണ് ആ ഉമ്മുൽ കിതാബിലിക്കരുത്, എന്തിരെയായിട്ട് ആ ലൗഹിൽ മഹ്ഫൂദിലിക്കരുത്, ആർക്കും പിടിയില്ല. അത് പിടിയുള്ളവൻ അല്ലാഹു മാത്രമായിട്ടിക്കറാം. അത് എപ്പോഴാണ് അല്ലാഹു തആല എഴുതി വെച്ചത്? ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിൻ്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പായിട്ടിക്കറ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ എഴുതി രേഖപ്പെടുത്തി വെച്ചത് കാണാം. മനുഷ്യരെ സൃഷ്ടിക്കുന്നത് എപ്പോഴാണ്? പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞതിന് പിന്നെയാണ്. ഇത് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിൻ്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അല്ലാഹു തആല ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം നടക്കണു പോകൂ അതെല്ലാം അല്ലാഹു തആല രേഖപ്പെടുത്തി വെച്ചിര്. ഉദാഹരണത്തിന് ഇന്ത്യ രാജ്യത്ത് വേണ്ട, ഈ കർണാടകയിൽ വേണ്ട, നമ്മുടെ ഈ കുദ്രോളിയിൽ ഇവിടെ എപ്പോൾ മഴയുണ്ടാകും, എപ്പോൾ കാത്തുണ്ടാകും, എപ്പോൾ ഇവിടെ മാറാവ്യാധി പകർച്ചവ്യാധി രോഗമുണ്ടാകും, എവിടെ എപ്പോൾ കൊറോണയുണ്ടാകും, എപ്പോൾ സുനാമി ഉണ്ടാകും, എല്ലാം അല്ലാഹു തആല ആ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞ് എപ്പോൾ ജനിക്കും, അത് എങ്ങനെ ജനിക്കും, ഒരു മനുഷ്യൻ എപ്പോൾ മരിക്കും, എങ്ങനെ ഏത് അവസ്ഥയിൽ മരിക്കും, എല്ലാം ആ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എത്രത്തോളം ചെന്നെങ്കിൽ ഒരു ഒരു ഗുഡ്ഡയുടെ ഒരു പർവ്വതത്തിന്റെ ശിഖരത്തിൽ നിന്നിട്ട് ഒരു ഉണങ്ങിയ ഒരു ഇല പോലും വീഴുന്നതിനെ സംബന്ധിച്ച് ആ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ചൊല്ലുന്നു, വഇൻദഹു മഫാത്തിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാഹു ويعلم ما في البر والبحر وما تسقط من ورقة إلا يعلمها. അഗോചരമായിട്ടിക്കരെ അദൃശ്യമായതായിട്ടിക്കരെ എല്ലാ വസ്തുക്കളുടെയും കീലിക്കൈകൾ, അതിൻ്റെ താക്കോലുകൾ, അതിൻ്റെ ഖജാനകൾ അത് അള്ളാഹുവിൻ്റെ കയ്യിലായിട്ടിക്കര്. ലാ യഅലമുഹാ ഇല്ലാഹു, അല്ലാഹു തആലാക്കല്ലാണ്ട് വേറെ ആർക്കും അത് പിടിയില്ല. സമുദ്രത്തിൽ കരയിൽ എന്തെല്ലാം നടക്കറ്. ഒരു മരത്ത് നിന്ന് ഉണങ്ങിയതായിട്ടിക്കര ഇല അത് ഉതിർന്നു വീഴുന്നതിനെ സംബന്ധിച്ച് പോലും എല്ലാ ഫീ കിതാബിൻ മുബീൻ, ആ കിതാബിൽ, ഏത് കിതാബിൽ? ലൗഹുൽ മഹ്ഫൂദ്, ഉമ്മുൽ കിതാബ്, അതിലെല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നു, ആ കിതാബിലില്ലാത്ത ഒന്നുമില്ല. ആ കിതാബിൻ്റെ വലിപ്പം എത്ര വലുതായിരിക്കും, ആ കിതാബിൻ്റെ മഹത്വം, അത് അല്ലാഹു തആലാക്ക് മാത്രം പിടിയുള്ള കാര്യമായിട്ടിക്കറ്. അപ്പം രണ്ടാമത്തത് അള്ളാഹുവിൻ്റെ കിതാബത്ത്, അള്ളാഹുവിൻ്റെ എഴുത്തിനെ സംബന്ധിച്ചുള്ള വിശ്വാസം, ഖദറിലുള്ള വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ്. മൂന്നാമത്തത് അള്ളാഹുവിൻ്റെ മശീഅത്തിൽ നാം വിശ്വസിക്കണം. അതാണ് അള്ളാഹുവിൻ്റെ മശീഅത്തിൽ നാം വിശ്വസിക്കണം. ചെന്നെങ്കിൽ എന്തൊരു കാര്യമാണോ അള്ളാഹു ഉദ്ദേശിക്കുന്നത്,
അതുമാത്രമാണ് ഇവിടെ നടക്കണു പോകരുത്. മനുഷ്യൻ പലതും ഇവിടെ പ്ലാൻ ചെയ്യറ, പലതും ഇവിടെ ഉദ്ദേശിക്കറ. അത് നടക്കണുണ്ടായെങ്കിൽ അള്ളാഹുവിൻ്റെ ഉദ്ദേശമുണ്ടാകണം. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ് റബ്ബുൽ ആലമീൻ. അള്ളാഹു ഉദ്ദേശിക്കാതെ ഒന്നും നിങ്ങൾക്ക് ഉദ്ദേശിക്കണക്ക് സാധ്യമല്ല. അള്ളാഹുവിൻ്റെ പെർമിഷൻ വേണം, അള്ളാഹുവിൻ്റെ അനുമതി, അള്ളാഹുവിൻ്റെ മശിയത്ത് വേണം. അള്ളാഹുവിൻ്റെ ഉദ്ദേശമുണ്ടെങ്കിൽ മാത്രമായിട്ടിക്കരെ നിങ്ങളെ ഉദ്ദേശം ഇവിടെ നടപ്പിലാക്കണക്ക് സാധിക്കരുത്. ഏത് ഉദ്ദേശമാണെങ്കിലും ഒരാൾ അയാളെ തന്നെ ജീവനെടുക്കണക്കോ സൂയിസൈഡാക്കണക്കോ ആത്മഹത്യ ചെയ്യണക്കോ ഒരാൾ ഉദ്ദേശിച്ചിട്ട് വിചാരിക്കറോ. അല്ലാഹു തആല ഉദ്ദേശിച്ചെങ്കിൽ മാത്രമായിട്ടിക്കര അയാൾ മരിക്കരുത്, അല്ലെങ്കിൽ അയാൾ മരിക്കണക്ക് പോകുന്നില്ല. അതേപോലെ തന്നെ ഒരാൾ കൊല്ലണക്ക് വിചാരിക്കറോ, അതും അങ്ങനെ തന്നെയാണ്. അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ മാത്രമാണ്. കാരണം വമാ കാന ലിനഫ്സിൻ അൻ തമൂത ഇല്ലാ ബിഇദ്നില്ലാഹ്. അള്ളാഹുവിൻ്റെ പെർമിഷൻ ഇല്ലാതെ, അവൻ്റെ മശീയത്തില്ലാതെ, അവൻ്റെ അനുവാദമില്ലാതെ ഇവിടെ ആർക്കും മരിക്കണക്ക് സാധ്യമല്ല. അതുകൊണ്ടായിട്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടിയ ഒരു സുദീർഘമായ ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തിനു ചൊല്ലുന്നത്? നോക്കൊരു മനുഷ്യ, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ മനുഷ്യരും ജിന്നുകളും എല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് നിക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യണകോ, നിക്ക് എന്തെങ്കിലും ഒരു ഗുണം ചെയ്യണകോ, എല്ലാവരും കൂടി തീരുമാനിച്ചാലും അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിക്ക് ആ ഉപകാരം കിട്ടരുത്, നിക്ക് ആ ഗുണം കിട്ടരുത്. അല്ലെങ്കിൽ ഒരിക്കലും കിട്ടൂല. അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ലേ കിട്ടൂല. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സൃഷ്ടികളും എല്ലാ മനുഷ്യരും ജിന്നുകളും ഒരുമിച്ച് കൂടി നിന്നെ ഉപദ്രവിക്കണകോ, നിക്കൊരു ദ്രോഹമുണ്ടാക്കണകോ തീരുമാനിച്ചിട്ട് വിചാരിക്കുന്നു. അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ മാത്രമായിട്ടിക്കറ് നിക്ക് എന്തെങ്കിലും ഒരു ദ്രോഹമുണ്ടാക്കണക സാധിക്കരുത്, അല്ലെങ്കിൽ സാധിക്കൂല. ഇതായിട്ടിക്കറ് അള്ളാഹുവിൻ്റെ മശീഅത്ത് ചെന്നെങ്കിൽ അള്ളാഹു ഉദ്ദേശിക്കരുത് മാത്രമാണ്. അതുകൊണ്ടായിട്ടിക്കറ് നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോത്തും നാളെക്കലി ബണ്ടവാറ ഞാനത് ചെയ്യുവേണ്ടി മാത്രം ചൊല്ലണക്ക് തീറ ഇൻഷാ അള്ളാഹ് ചൊല്ലണുണ്ട്. അള്ളാഹു പഠിപ്പാട്ട കാര്യമാണ് ഖുർആനിൽ. വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദൻ ഇല്ലാ അൻ യശാ അല്ലാഹ്. നാളെക്കല് ഞാനത് ചെയ്യുവേ, നാളെ ഞാൻ വരുവേ, നാളെക്കല് വരുവേ, അല്ലെങ്കിൽ നാളെക്കല് ഞാനത് ആക്കിത്തേണ്ടേ എന്ന് ചൊല്ലുമ്പോഴത്തൂ ഒരു മുഅ്മിനായ മനുഷ്യൻ എന്തിനു ചൊല്ലണം? ഇൻഷാ അല്ലാഹ്. അത് വിട്ടുപോകണ തീറ പിടിയത്തില്ലേ? കാരണം അള്ളാഹുവാണ് കണക്കാക്കരുത്. അള്ളാഹുവിൻ്റെ ഖദർ ഖളാ അനുസരിച്ച് മാത്രമാണ് ഇവിടെ നടക്കരുത്. അതുകൊണ്ടായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നത് ഒരു ഹദീസിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്തു, നിങ്ങൾ ആരെങ്കിലും ഒരു കാര്യം വിചാരിക്കോറോ, ആ വിചാരിച്ചതുപോലെ നടന്നിട്ടില്ലാണ്ടായെങ്കിൽ നിങ്ങളെ വായിൽ നിന്നിട്ട് ഇങ്ങനെ ഒരു പളക്കം പറയണം കുത്തീറാ. എന്ത്? ലൗ അന്നി ഫഅൽതു കദാ വകദാ ലകാന കദാ വകദാ. ഞാനങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നില്ല, ഞാൻ തെല്ല് മുന്നലായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നില്ല, അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരുന്നെങ്കിൽ. ഇങ്ങനെ ഒരു പളക്ക നിങ്ങളെ വായിൽ നിന്ന് വന്നു പോകണു കുത്തീരാ. നിങ്ങളെ വായിൽ നിന്ന് വരേണ്ട പളക്ക എന്തായിട്ടിക്കണം? ഇത് അല്ലാഹ് കണക്കാക്കിയതായിട്ടിക്കറ്. മാഷാ ഫഅല. അല്ലാഹ് ഉദ്ദേശിച്ചത് മാത്രമാണ് ഇവിടെ ഉണ്ടാകരുത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്തു, ലൗ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ ഇഫ് കൊണ്ട് ചേർത്ത് നിങ്ങൾ ചൊല്ലുമ്പത്തു അവിടെ ശൈത്താൻ പറയണക്ക് സാധ്യതയുണ്ടോ? അവിടെ ശൈത്താൻ വന്നിട്ട് പിന്നെ നിങ്ങൾക്ക് പല വിധത്തിലുള്ള ദുർമന്ത്രങ്ങൾ, ദുർബോധനങ്ങൾ, ദുഷിച്ച ചിന്തകൾ ഒക്കെ ഇട്ടു തന്ന് നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ എവിടെയെല്ലാം കൊണ്ടുപോയി എത്തിക്കും. പിടിയത്തില്ലേ? അള്ളാഹു ഉദ്ദേശിച്ചത് മാത്രമായിട്ടിക്കര്. പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആനും നാം തുറന്നു നോക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക്
എത്രയോ പ്രവാചകന്മാരുടെ ചരിത്രം നമുക്ക് ചൊന്തണ്ട് അല്ലേ? പക്ഷെ തെല്ല് മാത്രമാണ്. കുറേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതൊന്നും വിവരിക്കുന്നില്ല. തെല്ല് മാത്രം അല്ലാഹു തആല വിവരിക്കുന്നത്. അതിലൂടെ നമുക്ക് പാഠമുണ്ടാകണു വേണ്ടി, നമുക്കതിലൂടെ അഡ്വൈസ് ലെസൺ ഉണ്ടാകണു വേണ്ടി ഈ വിധി വിശ്വാസം കൊണ്ട് ചൊല്ലുന്നത്. ഈ ഒരു വിശ്വാസം ഒരു മനുഷ്യനിലുണ്ടായാൽ അതവൻ്റെ മനസ്സിന് സമാധാനമാണ്. ഒരു ടെൻഷനും ഉണങ്ങിക്കല, ഒരു ടെൻഷനും മിക്കല. നോക്കൂ നിങ്ങൾ, അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിലെ ചരിത്രം കഥ നമുക്ക് അല്ലാഹു തആല ചൊന്നുതണ്ട്. എന്ത് അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിലെ കഥ നമുക്ക് അല്ലാഹു തആല ചൊന്നുതണ്ടത്? അതിൽ നമുക്ക് പാഠമുണ്ട്. എന്തായിട്ട് അതിലുള്ള പാഠം? അതിലുള്ള പാഠം അത് വിധിവിശ്വാസമാണ്, അല്ലാഹുവിൻ്റെ ഖദറിലുള്ള വിശ്വാസമാണ്. പരിശുദ്ധ ഖുർആനിൽ സാമാന്യമായ നിലക്ക് അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കഥ ചൊല്ലുറു. ബൈബിളിലും കാണാം. ബൈബിളിൽ അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിനെ ഇയ്യൂബ് എന്ന് ചൊന്നിട്ട് ബൈബിളിലും കാണാം. അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കഥകൾ എവിടെയും കാണാം. അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിട്ട് ചൊന്നെങ്കിൽ അയാൾക്ക് 7000 ജാനുവാറുകളിന്ത്, എത്ര 7000 ആടുമാടുകൾ അയാൾക്കിന്ത്, 3000 ദാസിമാർ അയാൾക്കിന്ത്, 700 പെണ്ണ് കഴുതകളിന്ത്, 7 ആൺമക്കളും 3 പെൺമക്കളും അയാൾക്കിന്ത് എന്ന് മാത്രമല്ല, ആ റായത്തെ ഏറ്റവും വലിയ ശ്രീമന്തനായിട്ടിന്ത്, റിച്ചായിട്ടിന്ത്, സമ്പന്നനായിട്ടിന്ത്. എന്തിനായിട്ട്? എല്ലാം പോയിത്ത്, എല്ലാം നഷ്ടപ്പെട്ടു. ഒരു കൊടുങ്കാറ്റ് വന്ന്, ഒരു ചെണ്ടമാറുത്ത, ഒരു ബിറുകാളി വന്ന് വയനാടിലുണ്ടായല്ലോ, കേരളത്തിൽ പിടിയുള്ളതല്ലേ നമുക്ക്. എത്രയോ ആളുകൾ, എത്രയോ നാശനഷ്ടമുണ്ടായില്ലേ? ഒരു ചെണ്ടമാറുത്ത വന്ന് അതിലൂടെ അദ്ദേഹത്തിൻ്റെ ഔത്തുള്ള എല്ലാം അയാൾക്ക് നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. ആ സമയത്ത് അയാൾ എന്തിനു ചെയ്തത്? 2 കൈകൾ ആകാശത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥന. അത് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും, ബൈബിളിലും കാണാൻ സാധിക്കും. ബൈബിളിൽ കാണാം, അദ്ദേഹം തലരെ മുടിയെല്ലാം എടുത്തിട്ട് തലമുണ്ടനം ചെയ്തിട്ട് മുട്ടുകുത്തിയിട്ട് ഇയ്യൂബ് ദൈവത്തോട് പ്രാർത്ഥന കാണാം. ദൈവമേ, എന്തിനയാൾ ചൊല്ലു, ദൈവമേ, ഞാൻ ഈ ദുന്യാവുക എൻ്റെ ഉമ്മായുടെ ഗർഭാപാത്രത്തിൽ നിന്നിട്ട് നാം പുറത്തേക്ക് വന്നത് നഗ്നനായിട്ടാണ്. നഗ്നോട് ചെന്ന് ഒരു ഉടുപ്പുമില്ല. ഉമ്മാരെ വയറ്റിൽ നിന്നിട്ട് ഞാൻ ഒരു ഉടുപ്പുമില്ലാട്ട്, ഒരു വസ്ത്രവുമില്ലാട്ട് നഗ്നനായിട്ടാണ് ഞാൻ ഈ ദുന്യാവക വന്നത്. ഇനി നഗ്നനായിട്ടാണ് ഈ ലോകത്ത് വരുന്ന ആൾ ഞാൻ പോവുന്നതും, നഗ്നനായിട്ടാണ്. അതുകൊണ്ട് ദൈവമേ, നീനക്ക് തന്നതിരെ നീ എടുത്താ. ഇത്ര മാത്രമാണ്. നീനക്ക് എന്തിനാണോ തന്നത് അതിനെ നീ എടുത്താ, നിന്നെ ഞാൻ മഹത്വപ്പെടുത്തരേ. അല്ലേ? നമുക്ക് വേണ്ടപ്പെട്ടവർ, ഇഷ്ടപ്പെട്ടവർ, നമുക്ക് വലിയ സഹായങ്ങളൊക്കെ ചെയ്തവരായിരിക്കാം. നമുക്ക് വേണ്ടപ്പെട്ടവർ മരണപ്പെട്ടു പോകുമ്പോൾ നമുക്ക് വഴിപാട്ടിയ ഒരു പ്രാർത്ഥനയുടെ ഒരു ചെറിയ ഒരു ഭാഗമെന്തിരെ, ഇന്നലില്ലാഹി മാ അഅതാ വലഹു മാ ഖദാ. അല്ല തന്നത് അല്ല കൊണ്ടുപോയിട്ട്. ഇത്ര മാത്രമാണ്. അല്ല തന്നത് അല്ല കൊണ്ടുപോയിട്ട്. അയ്യൂബ് നബി അലൈഹിസ്സലാം ഇതാണ് പ്രാർത്ഥിച്ചത്. ഖുർആനിൽ കാണാം, വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയദ്ദുർറു വഅൻത അർഹമുർ റാഹിമീൻ. അല്ലാഹുവേ, എന്നെ പ്രയാസങ്ങളും പ്രതിസന്ധികളും കഷ്ടസങ്കഷ്ടങ്ങൾ നിന്നെ ബാധിച്ചിട്ടുണ്ട് റബ്ബേ. വഅൻത അർഹമുർ റാഹിമീൻ. നീ കരുണാളുക്കളിൽ ഏറ്റവും അധികം കരുണ ചെയ്യുന്നവനായിട്ടിക്കറ. എന്താണ് അദ്ദേഹം ചൊന്നത്? അദ്ദേഹം അല്ലാഹുവിനോട് ചൊല്ലുന്നതിനെ, അല്ലാഹുവേ, എന്നെ ചെമ്മ പ്രതിസന്ധിയും പ്രയാസവും ബാധിച്ചിരു, പക്ഷേ നിൻ്റെ ഈമാനക്ക്, നിൻ്റെ വിശ്വാസത്തിന് ഒരു പോറലും ഏറ്റിട്ടില്ല അല്ലാ, ഒരു കുറത്തെയും സംഭവിച്ചിട്ടില്ല റബ്ബേ. ഇതായിട്ടിക്കറ് വിധിവിശ്വാസം കൊണ്ട് ചൊല്ലുന്നത്. ഇതായിട്ടിക്കറ് വിധിവിശ്വാസം കൊണ്ട് ചൊല്ലുന്നത്. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സംഭവം. യാക്കൂബ് നബി അലൈഹി ഇസ്ലാം തൻ്റെ മകൻ നഷ്ടപ്പെട്ടു, അല്ലേ? പിന്നീട് ആ മകനെ അല്ലാഹു തആല തിരിച്ചു കൊടുത്തു.
പിന്നീട് ആ മകൻ ഈജിപ്തിലെ അവിടുത്തെ ഭരണം ആഡളിത്തം കൈയാളുടെ അധികാരിയായി തീർന്നു. അങ്ങനെ ഒരു സന്ദർഭം, ഒരു സാഹചര്യം, റായത്തിങ്ങനെ ഒരു ബറകാലം ഉണ്ടായപ്പോൾ തൻ്റെ മക്കൾക്ക് ആ യൂസുഫിൻ്റെ അടുക്കലേക്ക് പോകേണ്ട ഒരു അവസ്ഥയുണ്ടാകുന്നു. അങ്ങനെ പോകുന്ന സന്ദർഭത്തിൽ യാക്കൂബ് നബി അലൈഹിസ്സലാം ആ മക്കൾക്ക് കൊടുക്കുന്നതായിരിക്കുന്ന ഒരു ഉപദേശം വളരെ അർത്ഥവത്തായതായിരിക്കരുത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നമുക്ക് ചൊല്ലുന്നുണ്ട്, മക്കളോട് അയാൾ ചൊല്ലുന്ന ഒരു പളക്ക എന്തിനെ, വമാ ഉഗ്നി അൻകും മിനല്ലാഹി മിൻ ഷൈ ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് അലൈഹി തവക്കൽതു വഅലൈഹി ഫല്യതവക്കലിൽ മുതവക്കിലൂൻ. എത്ര നല്ല ഒരു പളക്കമാണ് ആ മക്കൾക്ക് ചൊന്നു കൊടുക്കരുത്. മക്കളെ, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലായിട്ടിക്കരെ, നബിയായിട്ടിക്കരെ, പക്ഷേ ഞാൻ റസൂലാണ്, നബിയാണ് ചൊന്നുത്തു. നബിൻ്റെ മക്കളായ, റസൂലിൻ്റെ മക്കളായ നിങ്ങൾക്കു എന്തെങ്കിലും ഒന്നും ഉണ്ടാവില്ല എന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട. ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസം ഉണ്ടാവില്ലാണ്ട് വിചാരിക്കേണ്ട. അങ്ങനെ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് സംഭവിച്ചാൽ, അള്ളാഹുവിൻ്റെ വിധി ഏതെങ്കിലും സംഭവിച്ചാൽ അതിനെ തപ്പാട്ടൊണുകുന്നക്കാവൂല മക്കളെ, അതിനെ ദൂരീകരിക്കണുകുന്നക്കാവൂല മക്കളെ. ഇതായിട്ടെന്ത് മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം ആ സമയത്ത് ചൊല്ലുന്നത്. ചെന്നെങ്കിൽ ഈ ബാപ്പാനെ കൊണ്ട്, ഈ അബ്ബരെ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, എന്തെങ്കിലും അപകടമുണ്ടെങ്കിൽ അതിനെ ദൂരീകരിക്കണമെന്നൊക്കെ സാധ്യമല്ല. പിന്നെ അള്ളാഹുവിനെ ഇടപെടിക്കലാണ് വേണ്ടത്. അള്ളാഹുവിൻ്റെ ഇടപെടലുണ്ടെങ്കിൽ മാത്രമാണ് അതിനെ തപ്പാട്ടണുകോ, അതിനെ ദൂരീകരിക്കണുകോ സാധിക്കുക. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. പ്രയാസങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും. വിധിയിലൊരു വിശ്വസിച്ചാൽ അയാൾക്ക് പ്രയാസം ഉണ്ടാവില്ല എന്നല്ല, ഒക്കെ ഉണ്ടാകും. പക്ഷേ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി നമുക്കതിനെ സമീപിക്കുക സാധിക്കണം. ഓരോരുത്തർക്കും പ്രയാസമുണ്ടാകും. ആരും പ്രയാസമില്ലാതെ പരീക്ഷിക്കപ്പെടാതെ ആരും ബാക്കിയാവൂല. എത്ര വലിയ പ്രവാചകനായാലും എനിക്കുള്ള പ്രയാസങ്ങളായിരിക്കില്ല നിങ്ങൾക്കുണ്ടാകുന്നത്, നിങ്ങൾക്കുള്ളതായിരിക്കില്ല വേറെ ആളുകൾക്കുണ്ടാകുന്നത്. ഓരോരുത്തർക്കും ഓരോ വിധത്തിലുള്ള പ്രയാസങ്ങളായിരിക്കും. ഒരു ഡോക്ടർ മുട്ടപ്പെട്ട ഒരു രോഗിക്ക് ഉള്ള പ്രയാസമല്ല ഡോക്ടർക്കുണ്ടാകരുത്. അപ്പോൾ ഓരോരുത്തർക്കും വേറെ വേറെ പ്രയാസങ്ങളെല്ലാം ഉണ്ടാകും. ഏത് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും അതിനെ പിടിച്ചു നിൽക്കാൻ കഴിയണം. അതാണ് വിധിയിലുള്ള വിശ്വാസം കൊണ്ട് നമുക്ക് കിട്ടിയ സമാധാനം. വിധിയിലുള്ള വിശ്വാസം കൊണ്ട് നമുക്ക് കിട്ടിയ സമാധാനം, അതേപോലെ തന്നെ സന്മാനം. അതായിട്ടിക്കറെ ഒരു മുഅ്മിന് അവൻ്റെ ഈമാന് കൊണ്ട്, അവൻ്റെ വിധിയിലുള്ള ആ വിശ്വാസത്തിലുള്ള ഈമാന് കൊണ്ട് കിട്ടിയ വലിയ ഒരു നേട്ടമുണ്ട് ചൊല്ലരുത് ഈ സമാധാനമായിട്ടിക്കറ്. ഒരു സംഭവം എൻ്റെ ഓർമ്മയിൽ നിന്നിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കരെ. ഒരു യഥാർത്ഥമായിട്ടിക്കറ ഒരു സംഭവമാണ്. കുവൈത്തിലെ ഒരു ഫാമിലിയുടെ ഒരു സംഭവം. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ആ ഫാമിലി ഇട്ട് ചെന്നെങ്കിൽ വലിയ ഒരു ദീനീബോധമുള്ള ഫാമിലി ആയിരുന്നില്ല. അവർക്ക് തൗഹീദൊന്നും അറിയാത്ത ഒരു ഫാമിലി. കുവൈത്തിക്ക് പോയി അവിടെ ഇസ്ലാമിനെ പറ്റി പഠിക്കണോ, ജാലിയാത്തിലും മറ്റുമൊക്കെ പോയി ഖുർആൻ പഠിക്കണോ അവസരമുണ്ടായി. അങ്ങനെ ആ കുടുംബം, ആ ഫാമിലി നല്ല തൗഹീദിൽ അടിയുറച്ച ഫാമിലിയായി തീർന്നു. പക്ഷേ ആ ഫാമിലിക്ക് അവരുടെ ജീവിതത്തിലൊരു പ്രയാസം നേരിട്ടു. എന്തായിരുന്നു? അയാളുടെ ആ മനുഷ്യൻ്റെ മകൻ്റെ ഭാര്യ, മരുമോള് ഗർഭിണിയായി പ്രസവിക്കാൻ നോക്കുമ്പോഴത്തോ കുട്ടി മറിഞ്ഞിട്ടില്ല. കുട്ടി തിരിയണമല്ലോ പ്രസവിക്കുന്ന സമയത്ത്. സിസേറിയൻ ആവശ്യം വന്നു. വൈദ്യശാസ്ത്രത്തൊക്കെ പഠിച്ച കുടുംബമാണ്, ഡോക്ടർമാരൊക്കെ ഉള്ള കുടുംബം തന്നെയാണ്. അതുകൊണ്ടാണ് സിസേറിയൻ അവർക്ക് താല്പര്യമില്ല. സിസേറിയൻ നിർബന്ധമാണ്, ആവശ്യമാണ്. പ്രസവിക്കാനുള്ള സമയമെടുത്തു. ഡോക്ടർ ഗൈനക്കോളജിസ്റ്റ് അതിക്ക് വേണ്ട ഇഞ്ചക്ഷനൊക്കെ കൊടുക്കുന്നു. പക്ഷെ സിസേറിയൻ ഇല്ലാണ്ട് പ്രസവിക്കാൻ പറ്റൂല. ആ സന്ദർഭത്തിൽ ആ ഗർഭിണിയായ സ്ത്രീയുടെ ഉമ്മ അവിടെ വെച്ചിട്ട് ചൊന്തു ഒരു പളക്ക. ഈ ആകാശഭൂമിയെ സൃഷ്ടിച്ചതായിരിക്കും റബ്ബ്, ഈ ആകാശഭൂമിയെ സൃഷ്ടിച്ചതായിരിക്കും റബ്ബിൽ എനിക്ക് വിശ്വാസമുണ്ട്. നോക്കണം, ആ കുടുംബം അവിടെ എത്തിയിട്ട്
നല്ല ദീനീബോധം, അള്ളാഹുവിലുള്ള വിശ്വാസം, തൗഹീദൊക്കെ പഠിച്ച മനസ്സിലാക്കിയ ഒരു കുടുംബമായിട്ടിന്ത് ആദർശബോധമുള്ള കുടുംബം. ആ ഉമ്മ ചൊന്ത് ഈ ആകാശഭൂമിയെ സൃഷ്ടിച്ച റബ്ബിൽ നിനക്ക് വിശ്വാസമുണ്ട്. ആ റബ്ബ് ആകാശഭൂമിയെ ചരിപ്പിക്കരെ തിരിക്കരെ ആ റബ്ബ് നിന്റെ മോളുടെ ഭയത്തിലിക്കരെ കുഞ്ഞിനെ ഒന്ന് തിരിക്കണമെങ്കിൽ വലിയ പ്രയാസമില്ല. ഇത്ര മാത്രമാണ് ആ ഉമ്മ ചൊന്നത്. കുറച്ച് കഴിഞ്ഞതേ ഉള്ളൂ, ആ സ്ത്രീ പ്രസവിച്ചു. ഒരു സിസേറിയൻ ഉണ്ടായിട്ടില്ല പ്രിയമുള്ളവരെ. സിസേറിയന്റെ ആവശ്യമില്ലാതെ ആ സ്ത്രീ പ്രസവിച്ചു എന്ന് മാത്രമല്ല, അവിടെ കൂടിയ ഡോക്ടർമാർ, മെഡിക്കൽ സയൻസ്, വൈദ്യശാസ്ത്രം പോലും അത്ഭുതപ്പെട്ടു എന്നാണ്. ചിന്തിച്ചു നോക്കി നിങ്ങൾ. ഇതാണ് പരിശുദ്ധ ഖുർആൻ. ഒരു സ്ഥലത്ത് അല്ലാഹു പറയുന്നുണ്ട് സൂറത്ത് മുഹമ്മദിൽ, എന്തിനെ? വലനബ്ലുവന്നകും ഹത്താ നഅലമൽ മുജാഹിദീന മിൻകും വസ്സാബിരീന വനബ്ലുവ അഖ്ബാറകും. നിങ്ങളിൽ ധീരവീര യോദ്ധന്മാർ ആരാണ് ഞങ്ങൾ പരീക്ഷിക്കറ. നിങ്ങളിൽ നല്ല സഹനയും സ്ഥൈര്യവും ആർക്കൊക്കെ ഉണ്ട് ഞങ്ങൾ പരീക്ഷിക്കറ. അതിനെ ഒട്ടിക ഞങ്ങൾ പരീക്ഷിക്കറ. എന്തിനെ? വനബ്ലുവ അഖ്ബാറകും. നിങ്ങളെ ബായിൽ നിന്നിട്ട് എന്ത് പളക്കമുണ്ട്, നിങ്ങളെ ബായിൽ നിന്നിട്ട് എന്ത് പളക്കമുണ്ട്. ആ സമയത്ത് പ്രയാസങ്ങളും പ്രതിസന്ധികളും കഷ്ടസങ്കഷ്ടങ്ങളും കഷ്ടകാർപ്പണ്യങ്ങളും ഉണ്ടാകുമ്പോഴത്തോ നിങ്ങളെ വായിൽ നിന്നിട്ട് എന്ത് പളക്കമുണ്ട്. നിങ്ങളുടെ സ്ഥിതിഗതികൾ ആ വായിൽ നിന്ന് പണ്ട പളക്കകളും പോലും നാം പരീക്ഷിക്കറ. ഇവിടെ ആ പളക്ക അത് അല്ലാഹു തആലക്ക് ഇഷ്ടപ്പെട്ട പളക്കമായിട്ട് ഉടനെ അല്ലാഹു തആല ഇടപെട്ടു. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കണം, വിധിയിലുള്ള ഈ വിശ്വാസം അത് ഓരോരുത്തരുടെയും മനസ്സിന് സമാധാനം നൽകുന്ന വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ വിധി വിശ്വാസത്തെപ്പറ്റി നല്ല പോലെ നാം അറിഞ്ഞിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ സമ്പൂർണമായ അറിവ്, ആ വിശ്വാസം നമുക്കെല്ലാവർക്കും അല്ലാഹു തആല ശരിയായ നിലക്ക് പൂർണ്ണമായ നിലക്ക് പ്രദാനം ചെയ്യട്ടെ. അഖൂലു ഖൗലി ഹാദാ أستغفر الله العظيم لي ولكم وأستعفيه عني وعنكم وعن جميع المسلمين والمؤمنين أجمعين فاستغفروه إنه هو الغفور الرحيم. الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وإمامنا وقدوتنا محمد بن عبد الله المبعوث رحمة للعالمين وعلى آله وأهل بيته وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد فيا أيها الناس اتقوا الله سبحانه وتعالى في السر والعلن وكونوا مع الصادقين. സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ ഖദർ ഖളായിലുള്ള വിശ്വാസം, ഇതിനെ സംബന്ധിച്ചാണ് നാം ചില കാര്യങ്ങളൊക്കെ ഇവിടെ സംസാരിച്ചത്. ഇതൊരു വലിയ ഒരു വിഷയമാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗങ്ങൾ അള്ളാഹുവിൻ്റെ തൗഫീഖുണ്ടെങ്കിൽ നമുക്കടുത്ത ക്ലാസ്സിലും അടുത്ത ഖുത്ബയിലും മനസ്സിലാക്കാം. അപ്പോൾ 4 കാര്യമാണ് നാം ഇവിടെ വിധിവിശ്വാസത്തിൽ പ്രധാനമായും ഉൾക്കൊള്ളരുത്. ഒന്ന്, അൽ ഇൽമു ബി ഇൽമില്ലാ, അൽ ഇൽമു ബി കിതാബത്തില്ലാ, അതേപോലെ തന്നെ അൽ ഇൽമു ബി മശീഅത്തില്ലാ. 4-മത് അൽ ഇൽമു ബി ഖൽഖില്ലാ, അൽ ഇൽമു ബി ഖൽഖില്ലാ. ഇതും അള്ളാഹുവിൻ്റെ ഖദർ ഖളായിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് കയറും. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിപ്പിലുള്ള വിശ്വാസം ചെന്നെങ്കിൽ എല്ലാം അല്ലാഹു തആല മുൻകൂട്ടി തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ, നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുണ്ട്. ചില ആളുകളൊക്കെ ചോദിക്കും, കേൾക്കും, അല്ല നമ്മളൊക്കെ എത്രയോ അല്ലാഹുവിനെ ദ്വാരക്കറ, നല്ല നിസ്കരിക്കരേ, നോമ്പ് പിടിക്കരേ, ചിലപ്പോൾ നല്ല തൗഹീദിൽ അടിയുറച്ച ആളായിരിക്കും, ചിലപ്പോൾ
അങ്ങൾക്കുണ്ടാവുന്ന ഒരു സംശയം എന്തിനാ? ഞാൻ എപ്പോഴും അവരുടെ പക്ഷേ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ലല്ലോ, എത്ര നാ പ്രാർത്ഥിച്ചേ അല്ലേ? നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ ഒന്നും ഉണ്ടാകും, നമുക്കൊക്കെ ഉണ്ടാകും. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ലല്ലോ, എന്താ അള്ളാഹു തആല ഉത്തരം ചെയ്യാത്തത്? വിധിയിലൊക്കെ നമുക്ക് അള്ളാഹുവിൻ്റെ വിധിയിലൊക്കെ വിശ്വാസമുണ്ടല്ലേ? എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെ നാം പല കാര്യങ്ങൾ മനസ്സിലാക്കണം. പ്രാർത്ഥനയ്ക്ക് അള്ളാഹു തആല ഉത്തരം ചെയ്തിട്ടുണ്ടാകും, പക്ഷേ ആ സ്പോട്ടിൽ തന്നെ ഉത്തരം ചെയ്യണമെന്നില്ല. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമാരായിട്ടുണ്ട്. അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട ഒരു ഇഷ്ടപ്പെട്ട ഒരു മിത്രൻ, അതല്ലേ ഖലീലുണ്ട് ചെന്നെങ്കിൽ. ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രാർത്ഥന തൻ്റെ മോനെയും കൂട്ടിയിട്ട്, അതും എവിടെ? കഅബാലയത്തിൻ്റെ പടിവാതിൽക്കൽ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ കൂട്ടിയിട്ട് കുറേ പ്രാർത്ഥന നടത്തുന്ന ഒരു പ്രാർത്ഥനയിൽ ഒന്നായിട്ട് എന്തിരെ റബ്ബനാ വബഅസ് ഫീഹിം റസൂല, നമ്മുടെ സന്താന പരമ്പരയിൽ ഒരു റസൂലിനെ നീ തരണം അല്ലാണ്ട്, ഒരു റസൂലിനെ തരണം. ഇത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന. ആ റസൂലിനെ അള്ളാഹു തആല അപ്പം കൊടുത്തോ? ഇല്ലല്ലോ. ആ റസൂലിനെ പിന്നെ കൊടുക്കരുത് എപ്പോൾ? 2000 വർഷങ്ങൾ കഴിഞ്ഞ് അല്ലേ? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മരിച്ചിട്ട് 2000 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ആരാണ് ആ റസൂൽ? നമ്മുടെ റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? ചിന്തിച്ച് നോക്കി. ഒരു ചെറിയ ഒരു ഉദാഹരണത്തിൽ മനസ്സിലാക്കണമെങ്കിൽ വേണ്ടി ഞാൻ ചൊല്ലുന്നത്, ഒരബ്ബരെ കയ്യിൽ നല്ല ഒരു മൂർച്ചയുള്ള കത്തി കൊണ്ടുമായിരിക്കും, 2 ഭാഗത്ത് മൂർച്ചയുള്ള നല്ല പളപള തിളങ്ങുന്ന ഒരു കത്തി കൊണ്ടൊട്ടിമായിരിക്കും. ആ കത്തിരപ്പ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടു. കുഞ്ഞ്, അയാളെ മോന്, ചെറിയ കുഞ്ഞ് കേക്കറ്, അബ്ബാ ആ കത്തി നക്ക് തരൂ, കേക്കറ് പല നിലക്കും ആവശ്യപ്പെട്ട് നക്ക് വേണബ്ബാ ആ കത്തി. കാരണം ചെറിയ മക്കളോട് ചെന്നെങ്കിൽ അങ്ങനെയാണ്, എന്തെങ്കിലും അത്ഭുതകരമായി കാണുമ്പോൾ അങ്ങ് കേൾക്കുവാറ്. ചെറിയ മക്കളാണ്, അപ്പോൾ കൊടുത്താൽ ചിലപ്പോൾ അതിൻ്റെ വായിലിടുവാറ്, കടിക്കുവാറ്, ഇങ്ങനെയൊക്കെ ചെയ്യുവാറ്, കുത്തുവാറ്. അങ്ങക്ക് പിടിയില്ല. ഈ അബ്ബ ആ കത്തിരെ ആ കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുക്കുവോ? കുഞ്ഞിൻ്റെ കയ്യിൽ ഇല്ല. എന്താ കൊടുക്കാത്തത്? അബ്ബക്ക് ആ കുഞ്ഞിൻ്റെ ഇഷ്ടമില്ലാഞ്ഞിട്ട അല്ല, ആ കുഞ്ഞിക്ക് പിടിയില്ലാത്ത ചില കാര്യങ്ങൾ അബ്ബാക്ക് പിടിയുണ്ടോ, അതുകൊണ്ടാണ്. കുഞ്ഞിക്ക് പിടിയില്ല, അബ്ബാക്ക് പിടിയുണ്ടോ. ആ കുഞ്ഞിക്ക് അതിലൂടെ പല അപകടങ്ങളുണ്ടാകും. ആർക്ക് പിടിയുണ്ട്? അബ്ബാക്ക് പിടിയുണ്ടോ. ഇതുപോലെ ആയിട്ട് പ്രിയമുള്ളവരെ, നാം പലപ്പോഴും അള്ളാഹുവോട് പ്രാർത്ഥിച്ചിട്ട് ആ പ്രാർത്ഥനയ്ക്ക് അതേ നിലയ്ക്ക് അള്ളാഹു തആല ഉത്തരം തരാത്തത്, അത് നമ്മളോടുള്ള വേറെ എന്തെങ്കിലും ഒരുപാട് ഗുണങ്ങൾ നോക്കിയിട്ടായിരിക്കും എന്ന് നാം മനസ്സിലാക്കണം. ഇതുമായി ബന്ധപ്പെട്ട് വേറെയും ചില കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനുണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ ഈ ഖദറിലുള്ള വിശ്വാസത്തെ സംബന്ധിച്ച് നാം നല്ലപോലെ പഠിച്ച് മനസ്സിലാക്കിയാൽ ഒരു അവ്യക്തതയും ഉണ്ടാവില്ല. അല്ല എങ്കിൽ ചിലപ്പോൾ നാം പരാജയപ്പെട്ടു പോകും. ശരിയായ നിലക്ക് മനസ്സിലാക്കാതെ ഇത്തരം വിഷയത്തിൽ നാം തർക്കിച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നല്ലോ, ഇദാ ദുകിറൽ ഖദ്റു ഫസ്കുതു, ഖദറിനെ സംബന്ധിച്ച് അനാവശ്യമായ നിലക്ക് ചർച്ച നടക്കരുത്, കണ്ടാൽ നിങ്ങൾ മിണ്ടാതിരിക്കണം, നമ്മോട് പിന്നെ അതിനെപ്പറ്റി സംസാരിക്കരുത് എന്ന് നമുക്ക് ഹദീസിൽ പരിപാട്ടിയത് കാണാൻ സാധിക്കും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഖദർ ഖളാഇൽ ആത്മാർത്ഥമായി വിശ്വസിക്കുവാനും പഠിക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഉണ്ട് നമുക്ക് കലക്ഷൻ പള്ളികല്ല മദ്രസകായിട്ട് കയറി എല്ലാവരും ഉദാരമായ നിലക്ക് സംഭാവന ചെയ്യണം. അൽഹംദുലില്ലാഹ്, വളരെ നല്ല നിലക്ക് മദ്രസയെല്ലാം ഇവിടെ നടന്നു പോകുന്നു. ചെമ്മ മക്കളൊക്കെ പഠിക്കറ്, ഒരുപാട് അധ്യാപികന്മാർ ശിക്ഷകിമാരൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടു നടക്കരുത് വലിയ പാടുള്ള ഒരു കാര്യമായിട്ടിക്കറ്. അതുകൊണ്ട് ഉദാരമായ നിലക്ക് എല്ലാവരും സംഭാവന ചെയ്യണം. പിന്നീട് ഒരാൾ പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മുടെ ഒരു ആദർശ ബന്ധുവായിട്ടിക്കറ്, അയാൾക്ക് ഓപ്പൺ സർജറി നടക്കണമെങ്കിൽ പോകൂ, പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത്. പിന്നെ നമ്മുടെ ഈ പള്ളിയൊക്കെ ക്ലീനാക്കിയിരുന്ന മുന്നാലിട്ട് ബായിട്ട് ചൊല്ലൊരാൾ, അയാൾക്ക് അറ്റാക്കായിട്ട് അയാൾ ആശുപത്രിയിലുണ്ട്. ഇങ്ങനെ ഇവർക്കെല്ലാം പ്രാർത്ഥിക്കാൻ വേണ്ടി ചൊന്നോ. റഹ്മാനും റഹീമുമായ അള്ളാഹുവേ, അവരുടെ രോഗങ്ങൾ എന്താണ് എന്ന് നല്ലപോലെ പിടിയുള്ളവൻ നീയായിട്ടിക്കറ റബ്ബേ, അത് പൂർണ്ണമായ നിലക്ക് നീ ശിഫ നൽകി അനുഗ്രഹിക്കണമല്ലാ. അവരുടെ കുടുംബത്തിലേക്ക്
വളരെ സമാധാനത്തോടെ ശാന്തിയോടെ പൂർണ്ണമായ സുഖത്തോടെ തിരിച്ചെത്തുണകൂ മടങ്ങിയെത്തുണകൂ അള്ളാഹുവേ നീ അവർക്ക് തൗഫീഖ് നൽകണം റബ്ബേ. അതേപോലെ തന്നെ നമ്മളുടെ ഇടയിൽ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, പല വിധത്തിലുള്ള പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബേ. അവരുടെ പ്രയാസങ്ങൾ, അവരുടെ ദുഃഖങ്ങൾ, അവരുടെ ദുരിതങ്ങൾ, അവരുടെ കഷ്ടപ്പാടുകൾ എല്ലാം നീ അറിയുന്നവനാകുന്നു റബ്ബേ. എല്ലാം നിൻ്റെ മഹളായ ഫضل കൊണ്ട് നീ ദൂരീകരിക്കണം റഹ്മാനെ. അള്ളാഹുവേ, തഖ്വാബോധമുള്ളവരായി ജീവിച്ച് നിൻ്റെ അടുക്കൽ സമീപസ്ഥരായ നിലക്ക് ജീവിച്ച് മരിക്കണകോ അള്ളാഹുവേ നീ ഞങ്ങൾക്കെല്ലാം തൗഫീഖ് നൽകണം അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. عباد الله رحمكم الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون.